പാരബനെക്കുറിച്ച് കഴിഞ്ഞ ശനിയാഴ്ച നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. കൃത്യമായി പറഞ്ഞാൽ 17-ാം തീയതി ഫെബ്രുവരി. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് തിങ്കളാഴ്ച 19-ാം തീയതി ഏഷ്യയിലെ 8 രാജ്യങ്ങളിൽ നിന്നായി 12 NGO സ്ഥാപനങ്ങൾ സംയുക്തമായി നടത്തിയ ഒരു EDC റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതായത് എൻഡോക്രൈൻ ഡിസ്റ്റർബിംഗ് കെമിക്കൽസ് ഇൻ പ്രൊഡക്ട്സ്. ഈ റിപ്പോർട്ടുകൾ പ്രകാരം 8 രാജ്യങ്ങളിൽ നിന്നായി ഏകദേശം 365ഓളം പ്രൊഡക്റ്റുകളാണ് റിസർച്ചിനായി ഇവർ ശേഖരിച്ചത്. ഇതിൽ ഇന്ത്യയിൽ നിന്ന് മാത്രം 80 പ്രൊഡക്റ്റുകൾ, അതിൽ 21 പ്രൊഡക്റ്റും കുട്ടികൾക്കായി മാത്രം വിൽക്കപ്പെടുന്നവയും. ഇവയിലെ പല ഉൽപ്പന്നങ്ങളിലും പാരബൻസിൻ്റെ അളവ് കണ്ടെത്തിയിട്ടുണ്ട്. ഡിയോഡ്രൻറ്റ്, ടൂത്ത് പേസ്റ്റ്, ബേബി വാഷ്, ഫെമിനൈൻ വാഷ്, ഹാൻഡ് വാഷ്, മൗത്ത് വാഷ്, ബേബി മൗത്ത് വൈപ്പ്, മോയ്സ്ചറൈസർ, ഫേസ് വാഷ് എന്നീ തുടങ്ങുന്ന 365ഓളം പ്രൊഡക്റ്റുകളാണ് ഇവർ ടെസ്റ്റിനായി ശേഖരിച്ചത്. ഇന്ത്യയിൽ നിന്നും എടുത്ത 80 പ്രൊഡക്റ്റുകളിൽ 7 എണ്ണത്തിൽ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് പോലുമില്ല. കഷ്ടം. ഏകദേശം 269 പ്രൊഡക്റ്റുകളിൽ 60 എണ്ണത്തിലും പാരബൻ ഇൻകറക്റ്റ് ആയിട്ടാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിൽ ഇത് 65 പ്രൊഡക്റ്റുകളിലെ 15 എണ്ണത്തിലും ഇത് തന്നെ അവസ്ഥ. ഇനി ടോക്സിക് കെമിക്കൽസ് ആയ പ്രോപ്പിൽ പാരബനും ബ്യൂട്ടിൽ പാരബനും ചിൽഡ്രൻസ് പ്രൊഡക്റ്റിൽ 19 എണ്ണത്തിലും ഫെമിനൈൻ വാഷിൽ 9 എണ്ണത്തിലും കണ്ടെത്തിയത് ആരും അറിഞ്ഞില്ല. ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി പ്രസവിച്ചു കഴിഞ്ഞാൽ കൊച്ചിനെ ലേബർ റൂമിൽ നിന്നും പുറത്തെത്തുന്നതിന് മുമ്പ് ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്ന ഇന്ത്യയിലെ ഒരു മാധ്യമങ്ങളും ഈ വിവരം അറിഞ്ഞിട്ടില്ല എന്നുള്ളത് മറ്റൊരു നഗ്നമായ സത്യം. ഇനി അറിഞ്ഞിട്ടും വിഴുങ്ങിയിരിക്കുകയാണോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഇനി ഫ്രീഗ്രൻസ് അലർജൻ അഡ്വൈസ് പ്രൊഡക്റ്റുകളിലെ ലേബലുകളിൽ മെൻഷൻ ചെയ്യണമെന്ന് തെറ്റിച്ചത് ഇന്ത്യയിലെ 16 പ്രൊഡക്റ്റുകളിലെ 11 എണ്ണം. ഇതിനൊക്കെ എതിരെ ബന്ധപ്പെട്ട അധികാരികൾ എന്ത് നടപടി എടുത്തു എന്നുള്ളത് നമ്മുടെ നാട്ടിലെ സുകുമാരക്കുറുപ്പിനെ പോലെ തന്നെ ഇന്നും ദുരൂഹമായി തന്നെ തുടരുന്നു. അത് ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും.